മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്ന് മുൻപൊരു നോട്ടിഫിക്കേഷൻ RRB ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10th മാത്രമാണ് ഇതിൻ്റെ യോഗ്യത. മുൻപ് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പം നിലവിൽ ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോവുകയാണ്. സാധാരണ വർഷാവസാനങ്ങളിലാണ് ഇത് നടത്തി കാണാറുള്ളത്. ഇപ്പം കുറച്ചുകൂടെ റെയിൽവേ ഫാസ്റ്ററായിട്ട് എക്സാം നടത്തുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ഉടനെ നടത്തുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ റെയിൽവേയുടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നോട്ടീസ് റിഗാർഡിംഗ് നമ്മുടെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഓഫ് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കേട്ടോ. അത് ഗ്രൂപ്പ് ഡി പോസ്റ്റിനാണ്. ലെവൽ 1 പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ സീരിയൽ നമ്പർ വരുന്നത് 09/2025 ആണ്. അപ്പോൾ 09/2025 എക്സാമിനേഷൻ, അതായത് ആ ഒരു കാറ്റഗറി നമ്പർ വരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. സോ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഓഗസ്റ്റ് മുതൽ ഏകദേശം 21 ഓഗസ്റ്റ് 2026 വരെയാണ് പരീക്ഷ നടക്കുന്നത്. ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ ടീമിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ പർച്ചേസ് ചെയ്യാം. എല്ലാന്നാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോർ ഉണ്ട്, മെറ്റീരിയൽ വാങ്ങാനുള്ള വാട്സപ്പ് സ്റ്റോർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ എല്ലാവിധ പോസ്റ്റിലേക്കുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അത് എക്സാം എടുക്കുന്ന സമയത്തേക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനൽ താഴെ നൽകുന്നുണ്ട്. വാട്സപ്പ് ചാനലും ഉണ്ട്. എന്തായാലും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ, അതായത് എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുക എന്നുള്ളത് പരീക്ഷയ്ക്ക് 10 ദിവസം മുമ്പാണ് അറിയാൻ പറ്റുക. അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിലേക്ക് വീഡിയോ ചെയ്യും. ഓരോ ദിവസം നിങ്ങൾ കയറി ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് പരീക്ഷ മനസ്സിലായി കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നല്ലപോലെ പഠിക്കുക. മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. വാങ്ങാത്തവർ വാങ്ങി പഠിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് റിലീസാകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് 10ാം തീയതിയാണ് പരീക്ഷ എന്ന് വിചാരിക്കുക. ഓഗസ്റ്റ് 1-ന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 1ാം തീയതി തന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 10ാം തീയതി പരീക്ഷ ഉള്ളതാണെങ്കിൽ 1ാം തീയതി നമുക്ക് പരീക്ഷ 1ാം തീയതിയാണെന്നുള്ളത് 1ാം തീയതി തന്നെ മനസ്സിലാവും. 10-നാണ് പരീക്ഷ. ഒരു എക്സാമ്പിളിൽ മാത്രം പറയുന്നതാണ്. പിന്നെ 6ാം തീയതിയോടുകൂടി, ഏകദേശം 6ാം തീയതി കഴിയുന്നതോടുകൂടി 4 ദിവസം മുമ്പ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിളിൽ പറഞ്ഞതാണ്. ഇവിടെ എക്സാം 3 ഓഗസ്റ്റിനാണ് തുടങ്ങുന്നത്. സോ ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നതെന്ന് മനസ്സിലാക്കുക. 4 ദിവസം മുമ്പ് പരീക്ഷ എപ്പോഴാണോ അത് 10 ദിവസം മുമ്പ് പറയാൻ പറ്റും. അതിൻ്റെ 4 ദിവസം മുമ്പ്, പരീക്ഷ നടക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് നമുക്ക് അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യാം. സോ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഇതുപോലെ നിങ്ങളിൽ കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും. അതിന് പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്താൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.